അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ അസ്രമാനാണ്. ഞങ്ങൾ പൊള്ളാച്ചി താലൂക്ക് ഹോസ്പിറ്റലിലുള്ളത്. ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം തുടങ്ങി. അഞ്ച് മൃതദേഹങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 എണ്ണം പാടെ അത് കഴിഞ്ഞാണ്ടാവും. നേരം വെളുക്കുമ്പോൾ നാട്ടില് സ്കൂളില് പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ഗവൺമെന്റ് ഹൈസ്കൂളില് എല്ലാവരും ഉണ്ട് ഇവിടെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാനൊക്കെ. നമ്മുടെ വാൾപ്പാറിൽ വെച്ച് നടന്ന അപകടം വല്ലാത്ത സങ്കടമാണ്. ഓരോ അധ്യാപകന്മാരും അത്രയും സ്നേഹമുള്ള മക്കളെ മാതിരി, സ്വന്തം മക്കളെ മാതിരിയാണ് സ്നേഹിച്ചിരുന്ന ആ സ്കൂളിലെ കുട്ടികളെ. അതിലെ മജീദ് മാഷും ടീച്ചറൊക്കെ എല്ലാവരും. മജീദ് മാഷൊക്കെ നടപ്പോൾ പുതിയ വീട് വെച്ച് 2 മാസമായിട്ടുള്ള താമസം തുടങ്ങിയിട്ട് കണ്ണ് കാണാത്തൊരു പാവം മനുഷ്യരാണ്. ഇത്രയും സ്നേഹനിധിയായ മനുഷ്യർ. ഹെഡ് മാസ്റ്റർ ആ ടീച്ചർ പാവം പച്ച പാവ. അജയ ടീച്ചർ ഭയങ്കര സ്നേഹമുള്ള ടീച്ചർ. പോലെ എല്ലാവരും അങ്ങനെ തന്നെ. എന്താ ചെയ്യുക, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും കാണിച്ചതായിരിക്കട്ടെ പടച്ചവനൊക്കെ. ഇവിടെ നമ്മളെ നാട്ടുകാർ മുഴുവനുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരും, തമിഴ്നാട്ടിലെ പോലീസുകാരും, തമിഴ്നാട്ടിലെ നേതാക്കന്മാരും, കേരളത്തിലെ എല്ലാവരും വന്ന് ആശ്വസിപ്പിക്കാൻ. പക്ഷെ എന്താ ചെയ്യുക. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഇവിടെ, സലാമാഷ് മാഷൊക്കെ അപ്പം തന്നെ സ്പോട്ടിലതിന് വേണ്ടുന്ന രീതിയിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷെ സങ്കടങ്ങൾ മാത്രം. എന്താ ചെയ്യാൻ. ഈ മയ്യത്ത് ഇവിടുന്ന് കുളിപ്പിച്ചിട്ടാണ് നാട്ടിൽ കൊണ്ടുപോകുന്നത്. ഇത് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ ചില മയ്യത്ത് കുളിപ്പിക്കുന്നത് അവിടെ തന്നെയല്ലേ? മയ്യത്ത് അപ്പുറത്ത് തന്നെ കുളിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ തമിഴ്നാട് ഗവൺമെന്റ് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും എമർജൻസി ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ അത്രയും ഡോക്ടർമാരൊക്കെ ഇവിടെ വന്നു. എല്ലാ നാട്ടിലെ എല്ലാ മനുഷ്യസ്നേഹികളും ഇവിടെ വന്നിട്ടുണ്ട്. വല്ലാത്തൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ. പഠിച്ചവനെ പാറമ്മൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പള്ളിപ്പറമ്പ് പാറമ്മൽ സ്കൂൾ പറഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ടൂറ് കൊണ്ടുപോകാനൊക്കെ ഇന്നെപ്പോലുള്ളവരിൽ നിന്നൊക്കെ സഹായം വന്ന് ചോദിക്കുക. ഈ കണ്ണാണാത്ത മജീദ് മാഷ് പച്ച പാവം മനുഷ്യനാ. അദ്ദേഹം നമ്മളോടൊക്കെ നേരിട്ട് വന്ന് പറയും, മോനക്ക എത്ര കുട്ടികളുണ്ട് കൊണ്ടുപോകാൻ, മഹാപാവപ്പെട്ടാണ്, ധൈര്യമായിട്ട് കൊണ്ടുപോയി മാഷ ടൂറ്, നമ്മൾ തരാല കാശ് തരാൻ കൊടുത്തുകൊണ്ട് വിടും. അജിത ടീച്ചർ, ഹെഡ് മാസ്റ്റർ, അവരൊക്കെ, റംല ടീച്ചറൊക്കെ നമ്മളെ വീട്ടിൽ വരും. ഓരോ സ്കൂളിലെ ഓരോ പ്രോഗ്രാമിനും പാവപ്പെട്ട കുട്ടികൾക്ക് കൊണ്ടുവന്ന സഹായങ്ങൾക്കും വേണ്ടിയിട്ട് ഒക്കെ നമ്മളെല്ലാവരും ഒരു കൂടെ സഹായിച്ചു കൊടുക്കും. വല്ലാത്തൊരു കഷ്ടകാലം. നമ്മളെ നാട്ടിൽ നിന്നുള്ള ആംബുലൻസിന്, ഇവിടുത്തെ സർക്കാർ ആംബുലൻസ് ഫുള്ള് നമുക്ക് സൗകര്യമായിട്ട് നമ്മളെ കൂടപ്പറപ്പുകളെ കൊണ്ടുപോകാൻ അവസാന യാത്രക്ക് ഇവിടുത്തെ തമിഴ്നാട് സർക്കാർ തന്നെ വണ്ടിയൊക്കെ വിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ KMCCന്റെ ആംബുലൻസ് ഫുള്ള് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സർക്കാർ എന്തും ചെയ്തേരാന്ന് പറഞ്ഞിട്ട് അവരും എല്ലാ സങ്കടമല്ലേ. അതെ, ഇതിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇതിനുള്ളിലാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്പീഡിലാവുന്നതാണ്. 1 മണിക്കൂർ കൊണ്ട് എല്ലാം പോസ്റ്റ്മോർട്ടം തീരാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. പിന്നെ പ്രശ്നം എല്ലാവരും ഇല്ലേ. നമ്മളെ പാങ്ങിലാണ് കൂടുതലും ആളുകൾ, പാങ്ങത്തെ ടീച്ചർമാരാണ്. പിന്നെ ഒന്ന് നമ്മളെ പുലാമന്തളാണ് നമ്മളെ ഹെഡ് മിസ്റ്റർ. അവരൊക്കെ ഒത്തൊരുമിച്ചാണ് ആ സ്കൂളിലെ കുട്ടികളെ വളരെ സ്നേഹത്തോടെ ഒരുമയോടെ ആ സ്കൂളിൽ
ആ മക്കളെ സ്വന്തം മക്കളെ മാതിരിയാണ് പഠിപ്പിക്കൽ. അതായത് ഒരു വിദ്യാർത്ഥികളോട് മോശമായിട്ട് പെരുമാറി ചരിത്രം ഉണ്ടാവില്ല, അത്രയും സ്നേഹമാണ് മക്കളോട്. അവരൊരുമിച്ചൊരു യാത്ര, ടൂറ്, അവരെല്ലാവരും കൂടെ സന്തോഷത്തിന് വേണ്ടി മാഷന്മാരും ടീച്ചർമാരും കൂടെ പോയി. അവസാന യാത്രയിൽ അവരാ സ്നേഹബന്ധത്തോടെ അവരെ ഒരുമിച്ച് തിരിച്ചുപോയി. ജലീൽക്ക് അവിടെ ആ ഇത് ഞങ്ങളെ ഹൈസ്കൂളിലെ മാഷാണ്. മാഷൊക്കെ സജീവമാണ്. ഇത് മേമാലി മാഷ്. പക്ഷേ ഇവരൊക്കെ അവിടെ സജീവമായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളിലൊക്കെ. നമ്പർ തരാം. 90 74 80 19 04. അതന്നെ 904. യെസ്, ഇല്ല, ഹാപ്പിയാണ്. എന്തില്ല മോനും എല്ലാവരും തോന്നി തന്നെ പടച്ചവന് തിരിച്ചു തന്നാ റബ്ബേ. നമ്മളൊരുപാട് നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളെ കുഞ്ഞുട്ടിയൊക്കെ കേസ് കുഞ്ഞുട്ടിയൊക്കെ ഉണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് 5 കോടി ഇപ്പം നമ്മൾ ആദ്യം പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് സർക്കാരിനൊക്കെ ഇങ്ങനൊരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് ഒരു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമല്ലേ. ഇപ്പോൾ വയനാട് ദുരന്തമായാലും മറ്റായാലും ഒക്കെ പ്രശ്നം അങ്ങനത്തെ ദുരന്തങ്ങളൊന്നും വരാതിരിക്കട്ടെ നമുക്ക്. ഇപ്പം എത്ര സന്തോഷത്തോടെയുള്ള പോലെ ആ യാത്ര പോയത്. അവസാനം സങ്കടകരമായ ഒരു വാർത്ത നമുക്ക് തന്നുകൊണ്ടാണ് അവർ തിരിച്ചു പോണത്. മജിമാഷും അഡ്മിനിസ്ട്രേറ്റീവ് ടീച്ചറൊക്കെ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് വാലിറ്റിയുള്ള മുഖപ്പോഴും എൻ്റെ മുഖത്ത് കാണണം. അത്രയും ഭയങ്കര സ്നേഹമാണ് എനിക്ക് എല്ലാവരോടും. ഞാൻ നിർത്തുകയാണ് വീഡിയോ. ഇൻഷാ അല്ലാഹ് നാട്ടിൽ രാവിലെ ഞങ്ങളെത്തും. ഇൻഷാ അല്ലാഹ് പൊതുദർശനത്തിന് ഞങ്ങളെ പാങ്ങ് അമ്പലപ്പറമ്പ് ഹൈസ്കൂളിൽ വെക്കുന്നതാണ്. വരാൻ പറ്റിയവരൊക്കെ വരിക, കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക. അല്ലാതെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക?